നമ്മളിപ്പോൾ ഉള്ളത് ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നും 2.3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടേക്ക്. തൃശ്ശൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയോടനുബന്ധിച്ച് ഒരു യത്തീംഖാനയും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള പള്ളിയുടെ പുതിയ കാഴ്ചയാണ് ഇത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതുതായി പണി കഴിപ്പിച്ച അണ്ടർഗ്രൗണ്ട് നമസ്കാര സ്ഥലമാണ്. പള്ളിയുടെ പഴയകാല രൂപത്തിലേക്ക് മാറ്റിയപ്പോൾ നമസ്കരിക്കാനുള്ള സൗകര്യം കുറയുകയും തൽഫലമായി അണ്ടർഗ്രൗണ്ടിൽ പുതിയ സൗകര്യം ഒരുക്കുകയും ചെയ്ത ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് വെള്ളിയാഴ്ചകളിൽ മാത്രമേ തുറക്കുകയുള്ളൂ. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മാത്രമേ ഈ ഭാഗം തുറക്കാറുള്ളൂ. ജുമാ നമസ്കാരത്തിന് മുമ്പുള്ള പ്രസംഗം നേരിൽ കാണുവാനായിട്ട് ഇവിടെ TV സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 629 CE മാലിക് ബിൻ ദിനാർ നിർമ്മിച്ച പള്ളിയാണ് ഇത്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കമേറിയ പള്ളിയാണ് ഇത്. ചേര രാജാവായ ചേരമാൻ പെരുമാളിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച പള്ളിയാണ്. മാലിക് ബിൻ ദിനാറിൻ്റെയും ഉമ്രത്ത് ബീവിയുടെയും കബറിടം ഈ പള്ളിക്ക് അകത്ത് തന്നെയാണ് ഉള്ളത്. നാനാജാതി മതസ്ഥർ ഇവിടം സന്ദർശിക്കാറുണ്ട്. ഈ ഭാഗം മുഴുവൻ ആധുനികമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥ പള്ളിയുടെ ഭാഗം പഴമ ഒട്ടും ചോരാതെ അതേ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴയകാല പള്ളി കാണാത്തവർക്ക് വേണ്ടി ഞാൻ പിക്ചറായിട്ട് ആ പഴയ ഫോട്ടോ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പഴയകാല പള്ളി. ഇത് പഴയകാല രൂപത്തിലുള്ള അംഗശുദ്ധി വരുത്തുന്ന ഹൗള് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇപ്പോൾ കാണുന്ന ഈ ഭാഗമാണ് പഴമയോടെ ഇന്നും നിലനിർത്തി പോരുന്ന സ്ഥലം. ഇതാണ് ഈ പള്ളിയുടെ മുഖ്യമായിട്ടുള്ള സ്ഥലം. വാതിലുകളും മുകൾ ഭാഗവും എല്ലാം കംപ്ലീറ്റ് മരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുറം ഭാഗത്തു നിന്നും വേറിട്ടൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. ഈ കാണുന്ന തൂക്കുവിളക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. ഈ വാതിലിന് സൈഡിലായി കാണുന്ന ഈ ഭാഗം പുനരുദ്ധാരണ പ്രവർത്തനത്തിനിടയിൽ കണ്ടുകിട്ടിയ അറബിയിൽ എഴുതിയ ഫലകങ്ങളാണ്. മുകളിലേക്ക് പോകാനുള്ള ഗോവണിപ്പടി ഇവിടെയാണ് ഉള്ളത്. അവിടേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല. ഈ മസ്ജിദ് ഇപ്പോൾ പൂർണ്ണമായും ഓടിലും മരത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. തറഭാഗങ്ങളെല്ലാം കാർപ്പറ്റാണ് വിരിച്ചിരിക്കുന്നത്. പഴയകാല തനിമയെല്ലാനും പൂർണ്ണമായി കൊണ്ടുവന്നിരിക്കുന്ന പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയുടെ അകത്തളത്തിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന കാഴ്ചയാണ് ഇത്. ഈ മുൻകാഴ്ചയുടെ തറഭാഗത്താണ് അണ്ടർഗ്രൗണ്ട് നമസ്കാര സ്ഥലമുള്ളത്. മുകൾ ഭാഗം പൂർണ്ണമായി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഈ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാലിക് ബിൻ ദിനാറിൻ്റെയും ഉമ്രത്ത് ബീവിയുടെയും മക്ബറകൾ ഉള്ളത്. ആ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുവാൻ പോകുന്നത്. ഇതാണ് ആ മക്ബറകൾ.
അകത്തളത്തിൻ്റെ മേൽഭാഗം പൂർണ്ണമായി LED ലൈറ്റുകൾ അലങ്കരിച്ചിട്ടുണ്ട്. ഇതാണ് മിമ്പർ. ജുമാ നമസ്കാര സമയത്ത് ഖത്തീബ് ഇവിടെ നിന്നാണ് പ്രസംഗിക്കുന്നത്. ഇതാണ് പഴയകാല തൂക്കുവിളക്ക്. ഇവിടെയാണ് നേർച്ചയായി പള്ളിയിലേക്ക് കൊടുക്കുന്ന വെളിച്ചെണ്ണകൾ ഒഴിക്കാറ്. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണകൾ ഒഴിക്കാറില്ല. പകരം വെളിച്ചെണ്ണ വാങ്ങി ഇവിടെ കൈമാറാറാണ് പതിവ്. ഇതാണ് ഈ പള്ളിയുടെ കുളം. പ്രാചീന കാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പള്ളികൾക്കും ഇങ്ങനെ ഒരു പള്ളിയിൽ കുളം ഉണ്ടാകാറുണ്ട്. ഇതാണ് ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന കാഴ്ച. ഇത്തരത്തിലുള്ളൊരു പള്ളി തന്നെയായിരുന്നു ഞങ്ങളുടെ എറിയാട് കടപ്പൂർ ജുമാ മസ്ജിദിൻ്റെ പള്ളി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായും കോൺക്രീറ്റ് ബിൽഡിംഗാക്കി മാറ്റിയിരിക്കുകയാണ്. നാനാജാതി മതസ്ഥർ ഇവിടം സന്ദർശിക്കാറുണ്ട്, നേർച്ചകൾ കൊടുക്കാറുണ്ട്. ഇതാണ് ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ കാഴ്ചകൾ. ഇനി രാത്രികാല കാഴ്ചകൾ കൂടി കാണിച്ചു തരാം. ഇതാണ് ഈ ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ രാത്രികാല കാഴ്ചകൾ. ഏത് മതസ്ഥർക്കും ഇവിടെ വരുന്നതിനും കാണുന്നതിനും യാതൊരു വിലക്കുമില്ല. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ.